300 ഗ്രാം ഇടിയപ്പപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. 18 എണ്ണം പത്തിരി ആണ് കണക്കാക്കിയത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. തിളപ്പിച്ച ചൂടോടുകൂടി ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ളതുകൊണ്ട് കയ്യിലുകൊണ്ട് മാത്രമേ ഇളക്കാൻ പറ്റൂ. അപ്പോൾ അത് നോക്കി മാവ് കുഴയാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് തണുത്ത ശേഷം കൈ കൊണ്ട് നന്നായി കുഴച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ എള്ള് ചേർത്ത് കുഴച്ചു കൊടുക്കാം. ഇനി ഇത് ചപ്പാത്തിയുടെ ഉരുളേനേക്കാളും കുറച്ചധികം വലുപ്പത്തിൽ ഉരുട്ടാം. ഞാൻ ചപ്പാത്തി പലകയിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പലക ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലേറ്റിലോ മറ്റോ വെച്ച് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടും പരത്താം. ഞാൻ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ചപ്പാത്തി പലക ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇനി ഞാൻ ബാക്കി പത്തിരി പരത്തിയെടുക്കട്ടെ. വെളിച്ചെണ്ണ തിളക്കാൻ തുടങ്ങി. ഇനി ഞാൻ പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാം. ചില പത്തിരി പൂരി പോലെ പൊള്ളിച്ച് വരും, ചിലത് പൊള്ളിച്ച് വരില്ല. കളറ് മാറുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പത്തിരിയും ചായയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.